നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. മഹാശിവരാത്രി ലോക ജനതയുടെ നന്മയ്ക്കായി മഹാദേവൻ ചെയ്ത ത്യാഗത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനം. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഐതിഹ്യ കഥകളുണ്ട്. അതിൽ ഒരു കഥയിലേക്ക് നമുക്ക് പോകാം. മഹാദേവൻ എന്നാൽ സതീദേവിയുടെ അല്ലെങ്കിൽ പാർവതീദേവിയുടെ ഭർത്താവ്, ആദർശ പുരുഷൻ. ഒട്ടനവധി പ്രയോഗങ്ങൾക്ക് ഉടമയാണ് മഹാദേവൻ. മഹാദേവനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് മഹാദേവന് രണ്ടു ഭാര്യമാർ? ഒന്ന് സതീദേവി, മറ്റൊന്ന് പാർവതീദേവി. എങ്ങനെ സതീദേവി മഹാദേവന്റെ ഉത്തമയായ ഭാര്യയായി എന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം. സതീദേവി ദക്ഷന്റെയും പ്രസൂതിയുടെയും പുത്രി. ഇവരുടെ സ്വന്തം പുത്രിയല്ല എന്ന വാദവും ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ദക്ഷന്റെയും പ്രസൂതിയുടെയും പുത്രിയായ സതീദേവിയെ പറ്റി കൂടുതലായിട്ട് അറിയാം. സതീദേവി ആഗ്രഹിച്ചതും മോഹിച്ചതും ഒരൊറ്റ പുരുഷനെ മാത്രമാണ്. അതാണ് സാക്ഷാൽ മഹാദേവൻ. പക്ഷേ ദക്ഷന് മഹാദേവൻ എന്നാൽ കലിയായിരുന്നു. ഈ ഒരു കഥയെ പറ്റി കൂടുതൽ അറിയാനായി മീഡിയ ഭാരതിന്റെ വാരണാസി പാർട്ട് 2 കൃത്യമായിട്ട് കാണേണ്ടതുണ്ട്. ഇനി ഇതിന്റെ ബാക്കിയിലേക്ക് കടക്കാം. അങ്ങനെ സതീദേവിയും മഹാദേവനും തമ്മിലുള്ള വിവാഹം വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ലാതെ നടത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം സതീദേവി മഹാദേവനൊപ്പം കൈലാസത്തിലേക്ക് എത്തുന്നു. അവിടെ വളരെ മനോഹരമായ ഒരു ജീവിതം തന്നെയാണ് അവർ നയിച്ചു പോകുന്നത്. പക്ഷേ ആ ഒരു യാഗത്തിൽ സകല ദേവഗണങ്ങളെയും പങ്കെടുപ്പിക്കാൻ ഉള്ള തീരുമാനമുണ്ടായെങ്കിലും സ്വന്തം മകളെയും മകളുടെ ഭർത്താവിനെയും ആ യാഗത്തിനായി ക്ഷണിക്കപ്പെടുകയുണ്ടായില്ല. അത് കേട്ടപ്പോൾ സതീദേവിക്ക് കലശലായ സങ്കടമുണ്ടായി. പക്ഷേ എന്നിരുന്നാലും തൻ്റെ പിതാവ് നടത്തുന്ന ആ യാഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയും തൻ്റെ ഭർത്താവായ മഹാദേവനോട് ഈ ആഗ്രഹം അരുളിക്കുകയും ചെയ്തു. ത്രികാലജ്ഞാനിയായ മഹാദേവന് എന്ത് സംഭവിക്കും എന്നതറിയാവുന്നത് കാരണം സതീദേവിയെ ആ യാഗത്തിന് പങ്കെടുപ്പിക്കാനായി താല്പര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷേ മഹാദേവന്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് സതീദേവി യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ദക്ഷ മഹാരാജാവ് സതീദേവിയെ അപമാനിക്കുകയുണ്ടായി. കൂട്ടത്തിൽ മഹാദേവനെയും കളിയാക്കി. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ തന്റെ ഭർത്താവിനെ അപമാനിച്ചതിൽ മനംനൊന്ത് സതീദേവി ആ യാഗാഗ്നിയിൽ എടുത്തുചാടി സ്വയം മൃത്യുവരിച്ചു. ഇതറിഞ്ഞ മഹാദേവൻ യാഗം നടത്തുന്ന സ്ഥലത്തെത്തുകയും കോപിഷ്ഠനായി ദക്ഷന്റെ തല അറുത്തുമാറ്റുകയുമാണ് ഉണ്ടായത്. പക്ഷേ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതീദേവിയായി പുനർജനിച്ചു. മഹാദേവനിൽ ലയിച്ചു ചേരാനായി ഘോര തപസ് തന്നെ അനുഷ്ഠിക്കുകയുണ്ടായി. ഒടുവിൽ തപസ്സിന്റെ പരിസമാപ്തിയിൽ മഹാദേവൻ പാർവതീദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ഒരു സന്തോഷ ദിവസമാണ് ശിവരാത്രി ദിവസമായി ആഘോഷിക്കുന്നത്. ഇതാണ് ഒരു ഐതിഹ്യം. ഇനി അടുത്ത ഐതിഹ്യം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദേവന്മാർക്ക് മരണമില്ല, അവർക്ക് അമരത്വമുള്ളതാണ്. പക്ഷേ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ദേവന്മാർക്ക് അമരത്വം നഷ്ടപ്പെട്ടു. ഈ അമരത്വം വീണ്ടെടുക്കാനായി പാലാഴി മഥനം നടക്കുകയുണ്ടായി. ഈ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് ശിവരാത്രിയുടെ അടുത്ത ഐതിഹ്യം. അമരത്വം നേടിയെടുക്കാനായി പാലാഴി മഥനമായിരുന്നു ഏക ഒരു പോംവഴി. അതുകൊണ്ട് തന്നെ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാനായി ഒത്തുചേർന്നു. പാലാഴി, പാലുകൊണ്ടുള്ള ആഴി. ആഴി എന്നാൽ കടൽ, പാലുകൊണ്ടുള്ള കടൽ. ഈ പാലുകൊണ്ടുള്ള കടൽ കടഞ്ഞെടുക്കാനായിട്ട് ഒരു കടകോൽ അത്യാവശ്യമായി വന്നു. അങ്ങനെ കടകോലായി മന്ധരപർവ്വതം നിലനിന്നു. മന്ധരപർവ്വതം പോലുള്ള മഹാപർവ്വതത്തെ കടയാൻ തക്കവണ്ണം ബലമുള്ള ഒരു കയർ അസംഭവ്യമാണെന്നിരിക്കെ വാസുകി എന്ന ഉഗ്രവിഷമുള്ള സർപ്പത്തെ അതിനായി തെരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ ദേവന്മാർക്ക് വാൽഭാഗവും അസുരന്മാർക്ക് തലഭാഗവും കൊടുത്തുകൊണ്ട് ഈ ഒരു കടയൽ ആരംഭിച്ചു. ദേവന്മാരും അസുരന്മാരും ശക്തമായി തന്നെ മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ മഥനത്തിന്റെ ശക്തിയിൽ, ഈ ബലപ്രയോഗത്തിനിടെ മന്ധരപർവ്വതം കടലിലേക്ക് മുങ്ങിപ്പോയി. പക്ഷേ ഈ അവസരത്തിൽ മഹാവിഷ്ണു കൂർമാവതാരം എടുത്തുകൊണ്ട്, അതായത് ഒരു ആമയുടെ രൂപത്തിൽ മന്ധരപർവ്വതത്തെ താങ്ങി നിർത്തി. ദേവന്മാരും അസുരന്മാരും മഥനം ശക്തമായി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മഥനത്തിന്റെ ഫലമായി ഒട്ടേറെ അമൂല്യങ്ങളായ വസ്തുക്കളും ലഭിക്കുകയുണ്ടായി.
അമൂല്യങ്ങളായ സ്വർണങ്ങളും വജ്രങ്ങളും വൈരങ്ങളും കാമധേനുവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ധന്വന്തരി ദേവൻ അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെട്ടു. ഈ അമൃതകുംഭത്തിലാണല്ലോ അമൃതുള്ളത്. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഈ അമൃത് ലഭിക്കാനായി വീണ്ടും യുദ്ധം തന്നെ നടക്കുകയുണ്ടായി. ദീർഘനേരം നീണ്ടുനിന്ന മഥനത്തിനൊടുവിൽ വാസുകിയുടെ വായിൽ നിന്നും കൊടിയ വിഷം പുറത്തേക്ക് വന്നു. ഇത് കാളകൂട വിഷം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ വിഷം പുറത്തു വന്നാൽ ഇതിന് സകല പ്രപഞ്ചത്തെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന സംശയമുണ്ടായപ്പോൾ മഹാദേവൻ മുന്നിലേക്ക് വരികയും അദ്ദേഹം തൻ്റെ ഇരുകരങ്ങളും നീട്ടി ഈ കൊടിയ വിഷത്തെ സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കൊടിയ വിഷം അദ്ദേഹം പാനം ചെയ്തു. ഈ കൊടിയ വിഷം ശരീരത്തിലെത്തിയാൽ അത് മഹാദേവന്റെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി ഓടി വരികയും തൻ്റെ പതിയുടെ കണ്ഠത്തിൽ മുറുകെ പിടിക്കുകയുമാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ പുറത്തേക്ക് വരാനിടയായ ആ കൊടിയ വിഷം പുറത്തെത്തിയാൽ മഹാപ്രപഞ്ചത്തിന് തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണുവാകട്ടെ ഓടി വന്നുകൊണ്ട് മഹാദേവന്റെ വായിൽ അമർത്തിപ്പിടിച്ചു. അങ്ങനെ ഈ ഒരു വിഷം പുറത്തേക്കും അകത്തേക്കും പോവാതെ മഹാദേവന്റെ കണ്ഠത്തിൽ തന്നെ ഉറഞ്ഞു പിടിക്കുകയും ചെയ്തു. ആ ഒരു ഭാഗത്ത് നീല നിറമായി കാണപ്പെട്ടു. അങ്ങനെയാണ് മഹാദേവൻ നീലകണ്ഠൻ എന്ന പേരിലും അറിയപ്പെട്ടത്. മഹാദേവൻ ഈ കൊടിയ വിഷം പാനം ചെയ്ത രാത്രി പാർവതി ദേവിയും സകല ദേവഗണങ്ങളും മഹാദേവനു വേണ്ടി കൂട്ടിരുന്നു. ഉറങ്ങാതെ കൂട്ടിരുന്ന ഈ രാത്രി മഹാശിവരാത്രി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. ഇന്നും ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഭക്തജനങ്ങൾ ശിവരാത്രി ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ശിവരാത്രി ആഘോഷിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും മീഡിയ ഭാരതിന്റെ മഹാശിവരാത്രി ആശംസകൾ.